ഒന്നുമില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ജോസഫിന്റെ ഗ്രഹം ഒന്നുമില്ലാഞ്ഞിട്ടല്ല ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയത്. കഴിക്കാനില്ലാഞ്ഞിട്ടോ, കുടിക്കാനില്ലാഞ്ഞിട്ടോ, ഉടുക്കാനില്ലാഞ്ഞിട്ടോ, ആമേൻ സ്തോത്രം, സമ്പദ് സമൃദ്ധമായ സാഹചര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അവർ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയത്. ഇന്നലകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഗതി പിടിച്ചത്, പറ, ഞങ്ങളുടെ പിതാക്കന്മാർ ഗതി പിടിച്ചത് ഈ ദൈവസാന്നിധ്യം അനുഭവിച്ചതിന്റെ പേരില്ല. സ്വത്രം പറ. നാളെ ഇവിടെ ഇരിക്കുന്ന തലമുറകൾ എത്ര പേര് പറയും? നമ്മുടെ കുടുംബത്തിലെ തലമുറകൾ എത്ര പേര് പറയും, എൻ്റെ പപ്പ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് സ്ഥിതി മാറിയത്? എത്ര കുഞ്ഞുങ്ങൾ പറയും, എൻ്റെ മമ്മി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ കുടുംബത്തിന് സ്ഥിതി മാറ്റിയത്? അല്ല, എൻ്റെ വല്യപ്പച്ചന് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന പൂർവിക സ്വത്തുക്കൾ കൊണ്ടല്ല ഞങ്ങൾ ഈ ഗതിയിൽ വന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ അകത്തുണ്ടായിരുന്ന കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് എന്നെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചെന്ന് നമ്മുടെ തലമുറകൾ പറയാൻ ഈ ജനറേഷനിൽ ഒരു കൂട്ടം തലമുറകൾ മുന്നോട്ട് വരട്ടെന്ന് ഞാൻ കൊതിക്കുകയാണ്. അങ്ങനെ ഒരു തലമുറകളെ ഈ ദിവസങ്ങളിൽ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക.